കോഴിക്കോട് കൊടിയത്തൂരിൽ കിണറ്റിൽ നിന്നും പാമ്പിനെ പിടികൂടി. പന്നിക്കോട് സ്വദേശി നജിമുദ്ദീന്റെ വീട്ടിലെ പുതിയതായി കുഴിച്ച കിണറ്റിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. വിവരങ്ങളുമായി ചേതൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേതൻ, ഇതാ കിണറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വീട്ടുകാർ എപ്പോഴാണ് ഈ പാമ്പിനെ കിണറ്റിൽ കാണുന്നത്? മനു, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് സ്വദേശിയായ നജിമുദ്ദീന്റെ വീട്ടിലെ പുതുതായി കഴിപ്പിച്ച പണി കഴിഞ്ഞ കിണറ്റിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി കണ്ടെത്തുന്നത്. ഈ നജിമുദ്ദീന്റെ പഴയ കിണർ ഉപയോഗശൂന്യമായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ പുതിയ കിണർ പണിതത്. എന്നാൽ ഈ കിണറിന് ആൾമറയൊന്നും ഇല്ലായിരുന്നു. എപ്പോഴാണ് ഈ പാമ്പ് ഈ കിണറ്റിലേക്ക് പോയ മറ്റു കാര്യങ്ങളൊന്നും നിലവിൽ ലഭ്യമല്ല. ഏതായാലും പാമ്പിനെ കണ്ടതോടുകൂടി ഈ നജിമുദ്ദീൻ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വനംവകുപ്പിന് കീഴിലുള്ള RRT വൈദ്യന്മാർ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ മൂർഖൻ പാമ്പിനെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയുമാണ്. നിലവിൽ ലഭിച്ച വിവരപ്രകാരം ഇപ്പോൾ മൂർഖൻ പാമ്പിനെ സമീപത്തുള്ള വനത്തിലേക്ക് വിട്ടിട്ടുണ്ട്. ചേതൻ, ഞാൻ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുകയായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയ പാമ്പ് തന്നെയാണ്. ഈ കിണർ സമീപ ദിവസങ്ങളിലോ മറ്റോ കുഴിച്ചതാണോ? അതെ, പുതുതായി പണി കഴിപ്പിച്ച കിണറായിരുന്നു. നജിമുദ്ദീൻ ആദ്യം പഴയ കിണർ ഉപയോഗശൂന്യമായിരുന്നു. അതിന് ശേഷമാണ് ഇയാൾ പുതിയ കിണർ കുഴിക്കുന്നത്. കിണറിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ആൾമറ ചുറ്റുമതിൽ കെട്ടേണ്ട ഒരു പണി മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. ഈ സമയത്താണ് ഇതിനോടകമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഈ കിണറ്റിൽ വെള്ളം കൊണ്ടുവരാൻ വന്ന നജിമുദ്ദീന്റെ കുടുംബാംഗങ്ങൾ ഈ മൂർഖൻ പാമ്പിനെ കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് വെച്ച് കാണുന്നതും ഉടൻ തന്നെ നജിമുദ്ദീന്റെ വിവരം അറിയിക്കുന്നതും നജിമുദ്ദീൻ ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. അപകടം ഒഴിവായതല്ല. ഈ തൊട്ടിയിലെങ്ങാനും ഇരുന്ന് പാമ്പ് മുകളിലോട്ടെങ്ങാനും വന്നിരുന്നെങ്കിൽ ആകെ ബുദ്ധിമുട്ടാകുമായിരുന്നു, വലിയ പ്രശ്നമാകുമായിരുന്നു. അതെ, വളരെ വലിപ്പമുള്ള പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്. അത് മാത്രമല്ല, ഈ പ്രദേശവാസികൾ തരുന്ന വിവരം അനുസരിച്ച് ഈ പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പാമ്പിന്റെ ശല്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ പാമ്പ് എങ്ങനെ ഇവിടെ വന്നു, മറ്റു കാര്യങ്ങളൊന്നും ആ രീതിയിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും വന്ന് ഇത് തണുപ്പ് തേടി വന്നതായിരിക്കാം അല്ലേ? അതെ, ചൂടുകാലമാണ്. അത് സ്വാഭാവികമായും കിണറ്റിന്റെ സൈഡിലേക്ക് ഇത്തരത്തിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പിനെ കാണാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേക നിർദ്ദേശവും വനംവകുപ്പ് പുറപ്പെടുവിക്കുന്നത് ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ കിണറ്റിന്റെ സൈഡിലോ ഈ പൈപ്പിൽ, പ്രധാനമായും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പാമ്പുകൾ ഉണ്ടാവുക. ഈ പൈപ്പിൻ ചോട്ടിലെ സമീപത്തൊക്കെ ലൈറ്റ് ഇടാതെയൊക്കെ കാല് കഴുകാനോ മറ്റും ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശമൊക്കെ ഉണ്ട്. അത് കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. തക്ക സമയത്ത് ഈ വീട്ടുകാർ RRT സംഘത്തെ വിവരം അറിയിച്ചതുകൊണ്ട് ഉടനെ തന്നെ ഈ പാമ്പിനെ പുറത്തേക്ക് എടുക്കുകയും സമീപത്തെ വനത്തിലേക്ക് ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ശരി, കിണറ്റിൽ നിന്ന് പാമ്പിനെ പിടികൂടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടത്. മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയിരിക്കുന്നത്. പാമ്പുകളുടെ ശല്യം വലിയ തോതിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ചൂട് കനക്കുന്തോറും പാമ്പുകൾ ഇങ്ങനെ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരികയും തണുപ്പ് തേടി എത്തുകയും ചെയ്യുന്നതാണ് ഈ അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ചേതൻ നൽകിയത്.